Hello everyone. നിങ്ങളുടെ എല്ലാവരുടെയും USS എക്സാമിനേഷന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ വഴി USSന് വേണ്ടിയുള്ള ഒരുപാട് കണ്ടൻസ് പല രീതിയിൽ നമ്മുടെ റെക്കോർഡ് ക്ലാസ് ആയിട്ടും ലൈവായിട്ടും മെൻറ്റി ക്വിസുകളായിട്ടൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാം അതെല്ലാം മാക്സിമം യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ USS എക്സാം എഴുതുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും വേണ്ടിയിട്ട് എക്സാം വൈ ലേണിംഗ് ഓൾറെഡി ഒരു USS കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് വാട്സപ്പിൽ. അപ്പോൾ അതിലായിരിക്കും നമ്മുടെ ക്ലാസ്സുകളുടെ ഡീറ്റെയിൽസ്, സ്റ്റഡി മെറ്റീരിയൽസ് കാര്യങ്ങളെല്ലാം വരിക. അപ്പോൾ ആരെങ്കിലും ഇനി അതിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ, ഓൾമോസ്റ്റ് എല്ലാവരും ജോയിൻ ചെയ്തിട്ടുണ്ടാവും, ഇനിയും ആരെങ്കിലുമൊക്കെ ഇപ്പോൾ മറന്നു പോയവരോ അല്ലെങ്കിൽ അറിയാത്തവരോ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി കൂടി നമുക്കുണ്ട്. അപ്പോൾ എല്ലാ ഇൻഫർമേഷൻസും വരുന്ന മുഴുവൻ കാര്യങ്ങളും വരുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലോ കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തെങ്കിലും ലിങ്ക് കാണാൻ പറ്റും. ഓക്കെ, ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ നമ്മുടെ ക്ലാസ്സുകൾ വരുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ്, ഷെഡ്യൂള്, സ്റ്റഡി മെറ്റീരിയൽസ്, മുൻ വർഷങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യും അവിടെ ഷെയർ ചെയ്യപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ മാത്തമാറ്റിക്സിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഈ ഒറ്റ വീഡിയോയിലായിട്ടല്ല, നമ്മൾ മൾട്ടിപ്പിൾ വീഡിയോസിലായിട്ട് ഈ ടോപ്പിക്കിൻ്റെ പല ഭാഗങ്ങൾ എന്ത് ചെയ്യും ഡിസ്കസ് ചെയ്യും. അതായത് എക്സ്പോണൻസ് ആൻഡ് പവേഴ്സ് എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഒരുപാട് ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ സ്ഥിരമായിട്ട് പല സ്ഥലങ്ങളിലും ചോദിക്കാറുണ്ട്. ഇനി ഇപ്പോൾ USS കഴിഞ്ഞ് ഇനി അടുത്ത വർഷങ്ങളിൽ NMMS പോലെയുള്ള എക്സാമുകളോട് എത്തുമ്പോൾ ഇതേ ടോപ്പിക്കുകൾ അവിടെയും എന്ത് ചെയ്യുന്നുണ്ട് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് പഠിച്ചു പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഈസി ആയിട്ട് ആ കാര്യങ്ങളെല്ലാം ഫോളോ അപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കാൻ പോവുകയാണ് എന്താണ് എക്സ്പോണൻസ് ആൻഡ് പവേഴ്സ് എന്നുള്ളതിൻ്റെ ഒരു ബേസിക് ഐഡിയ. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും 10 സ്ക്വയർ. അപ്പോൾ ഇവിടെയുള്ള 10 എന്ന് പറയുന്ന നമ്പർ ഇവിടുത്തെ ബേസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നിങ്ങൾ ഇത്തരത്തിലുള്ള ഫ്രാക്ഷൻസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും, അവിടെ ബേസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഒരു എക്സ്പോണൻ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെയുള്ള 10 എന്ന് പറയുന്നത് അതിൻ്റെ ബേസ് ആണ്, ഇവിടെയുള്ള 2 എന്ന് പറയുന്നത് അവിടുത്തെ എക്സ്പോണൻ്റ് ആണ് നമുക്ക് പറയാൻ പറ്റും. വേറെ എക്സാമ്പിൾ എടുക്കാം, 11⁻⁴. ഈ 11 എന്ന് പറയുന്ന ആളെന്താണ് ഇവിടുത്തെ ബേസ് ആണ്, 4 എന്ന് പറയുന്നത് എന്താണ് ഇവിടുത്തെ എക്സ്പോണൻ്റ് ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾ ഏത് നമ്പേഴ്സ് എടുക്കുകയാണെങ്കിലും ഇതുപോലെ നിങ്ങൾക്കൊരു ബേസ് ഉണ്ടായിരിക്കും, ഇതുപോലെ നിങ്ങൾക്കൊരു എക്സ്പോണൻ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി എൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ തൊട്ട് മുമ്പുള്ള ക്വസ്റ്റ്യൻ 10 സ്ക്വയർ എന്ന് കണ്ടു, ഇവിടെ 11⁻⁴ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ എക്സ്പോണൻ്റ് ആയിട്ട് വരുന്ന ആൾ എല്ലായ്പ്പോഴും ഒരു പോസിറ്റീവ് നമ്പർ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആയിരിക്കണം എന്നൊരു റൂൾ ഉണ്ടോ? ഇപ്പോൾ നമുക്കറിയാം, നമ്പർ ലൈൻ നോക്കുകയാണെങ്കിൽ 0 എന്ന് പറയുന്ന ഇൻറ്റിജർ അവിടെ ഉണ്ട്. 0 കഴിഞ്ഞിട്ട് 1 2 3 4 എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ഇങ്ങനെ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് പോകുന്നുണ്ട്. -1 -2 -3 -4 എന്ന് പറഞ്ഞിട്ട് നെഗറ്റീവ് ഇൻറ്റിജേഴ്സ് ഇപ്പുറത്തോടും പോകുന്നുണ്ട്. അപ്പോൾ ഇതിലുള്ള ഈ പോസിറ്റീവ് മാത്രമേ നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളൂ. പക്ഷേ നെഗറ്റീവ് ഇൻറ്റിജേഴ്സ് വരാൻ പറ്റുമോ, 0 വരാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് എക്സ്പോണൻ്റ് ആയിട്ട് ഓക്കെ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ആൻസർ എന്താ, യെസ് എന്നുള്ളതാണ്. വരാൻ പറ്റും, പോസിറ്റീവ് മാത്രമല്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് 10⁻1 10⁻2 10⁻3 10⁻4 എന്നൊക്കെ പറയുന്നത് പോലെ നിങ്ങൾക്ക് 10⁻0 എന്ന് പറയാം, ഒരു കുഴപ്പമില്ല. 10⁻−1 പറയാം, 10⁻−2 പറയാം, 10⁻−3 പറയാം, ഒരു കുഴപ്പമില്ല. അതെല്ലാം പോസിബിൾ ആണ്. ഇതിലൊക്കെ വാല്യൂസ് അപ്പോൾ എങ്ങനെയാണ് വരിക? 10⁻1 എന്ന് പറഞ്ഞാൽ 10 തന്നെയാണ്, പ്രത്യേകിച്ച് ഒന്നും സ്പെസിഫിക്കലി പറയാനില്ല. 10⁻2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, 10 × 10 അതായത് 100 ആണ്. 10⁻3 എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ 10 × 10 × 10 10 3 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും, ആൻസർ 1000 എന്ന് വരും. അപ്പോൾ ഇത് സിമ്പിളാണ് നോക്കാൻ. പവർ 1 ആണെങ്കിൽ ഒരു 0 ഉണ്ടാവുള്ളൂ, 2 ആണെങ്കിൽ 2 zeros വരും, 3 ആണെങ്കിൽ 3 zeros വരും. അപ്പോൾ 10⁻10 ആണെങ്കിലോ 1 കഴിഞ്ഞിട്ട് 10 zeros വരും. 10⁻100 ആണെങ്കിലോ 1 കഴിഞ്ഞിട്ട് 100 zeros വരും. അത് 10ൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ആണ് കേട്ടോ, എല്ലാ നമ്പേഴ്സിലും ഉണ്ടാവില്ല 10ൻ്റെ സ്പെഷ്യാലിറ്റി. അങ്ങനെയാണെങ്കിൽ 10⁻−1ൻ്റെ വാല്യൂ എങ്ങനെയാണ് നമ്മൾ കാണുക? 10⁻1 എന്ന് പറയുമ്പോൾ 1 കഴിഞ്ഞിട്ട് ഒരു സിംഗിൾ 0 വരും നമ്മൾ പറഞ്ഞു. അപ്പോൾ 10⁻−1 വരുമ്പോൾ അങ്ങനെയാണ് വരിക. അങ്ങനെയാണ് ഇവർ രണ്ടുപേരും ഈക്വൽ എന്നല്ലേ പറയാം, ഈക്വൽ ആവില്ലല്ലോ. ഇതെങ്ങനെ വരിക എന്ന് ചോദിച്ചാൽ ഇതിനൊരു പ്രോപ്പർട്ടി ഉണ്ട്, നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ പഠിക്കും. പക്ഷേ ജസ്റ്റ് നമ്മൾ ഇൻട്രൊഡക്ഷൻ ഇപ്പോൾ പറഞ്ഞുതരാം. 10⁻−1 നിങ്ങൾക്ക് 1/10 എന്ന് പറയാം ആൻസർ. ഓക്കെ, 10⁻−2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/100 ആണ്. 10⁻−3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/1000 ആണ്. എന്ന് വെച്ചാൽ 10⁻1നെ നേരെ റിവേഴ്സ് റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ 10⁻−1 ആവും. 10⁻2 100 ആണ്, 1/100 ആക്കിയാൽ 10⁻−2 ആയി. 10⁻3 1000 ആണ്, അപ്പം 10⁻−3 എന്ന് പറഞ്ഞാൽ 1/1000 ആക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട്, നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഡിസ്കസ് ചെയ്യും, അതിൽ പേടിക്കേണ്ട. ജസ്റ്റ് നമ്മൾ ഇൻട്രൊഡക്ഷൻ പാർട്ടായിട്ട് ഇത് പറയുന്നതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ നമുക്ക് നെഗറ്റീവ് പവേഴ്സും എന്ത് ചെയ്യാൻ പറ്റും. ഇനി ഒരാൾ സെൻറ്ററിൽ ഉണ്ടല്ലോ 10⁻0, ഇയാളുടെ ആൻസർ എന്തായിരിക്കും? ഇയാളുടെ ആൻസർ 1 ആണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതിന് ഒരുപാട് എക്സ്പ്ലനേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നിങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസിലോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, ഇങ്ങനെ ഒരു നമ്പർ ⁻0 വന്നു കഴിഞ്ഞാൽ അതിപ്പോൾ ഇനി 10 ആവണമെന്നില്ല, 5 6 7 1 2 3 4 ഏത് നമ്പർ ആണെങ്കിലും ⁻0 വന്നു കഴിഞ്ഞാൽ ആൻസർ 1 ആണ്. ഓക്കെ, അതൊരു ജനറൽ തിയറി ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കുക. അതിൽ ഒരുപാട് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ വലിയ ക്ലാസ്സുകളൊക്കെ എന്ത് ചെയ്യാം, പഠിക്കാം. സോ ഇവിടുത്തെ ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പോണൻ്റ് ആയിട്ട് പോസിറ്റീവ് നമ്പേഴ്സ് വരാം, നെഗറ്റീവ് നമ്പേഴ്സ് വരാം, 0 വരാം. ഇനി ഡെസിമൽ നമ്പേഴ്സും പോസിബിൾ ആണ്. പക്ഷേ അത് നമ്മളിപ്പോൾ ഒരു 7th സ്റ്റാൻഡേർഡിൻ്റെ ലെവലിനേക്കാൾ കുറച്ച് ഹയർ ലെവൽ ആയതുകൊണ്ട് നമ്മളിപ്പോൾ എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. എന്ന് വെച്ചാൽ 10⁻0.5 എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം.
10⁻²എന്ന് പറയാം, അല്ലെങ്കിൽ 10⁻³ എന്ന് പറയാം. ഫ്രാക്ഷൻസും ഡെസിമൽസ് ഒക്കെ എന്താണ് പോസിബിൾ ആണ്, പക്ഷേ അതൊക്കെ ഹയർ ക്ലാസ്സുകളാണ് നിങ്ങൾ പഠിക്കാം. റെഡി? ഇനി വേറെ എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കാം. 5 ആണ് ബേസ് ആയിട്ട് വരുന്നതെങ്കിൽ 5⁻1 എന്ന് പറഞ്ഞാൽ 5 തന്നെയാണ് വരിക. 5⁻2 എന്ന് പറഞ്ഞാൽ എന്താ? 5 × 5 എന്ത് വരും? 25. 5⁻3 എന്താ? 5 × 5 × 5. 5നെ അങ്ങനെ 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ആൻസർ വരിക? 125 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ 5⁻−1 എന്താ? 5⁻1 5 ആണെങ്കിൽ 5⁻−1 1/5 ആണ്. 5⁻2 25 ആണെങ്കിൽ 5⁻−2 1/25 ആണ്. നേരത്തെ നമ്മൾ കണ്ടു. 5⁻3 125 ആണെങ്കിൽ 5⁻−3 1/125 ആണ്. ജസ്റ്റ് റിവേഴ്സ് ചെയ്താൽ മതി. 5⁻0 നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ്? 0 ആണ്. സിമ്പിൾ ഐഡിയ. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള നെഗറ്റീവ് എക്സ്പോണൻസ് കണ്ടാലും പോസിറ്റീവ് കണ്ടാലും 0 കണ്ടാലൊക്കെ നിങ്ങളുടെ മൈൻഡിൽ വേണം അതെല്ലാം പോസിബിൾ ആണ് എന്നുള്ളതും. ഇനി ഈ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞെങ്കിൽ ഇനി നമ്മൾ അങ്ങോട്ട് പറയുന്ന ഓരോ പ്രോപ്പർട്ടീസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. നമുക്ക് ഇനി കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യാനുണ്ട്? എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അതൊക്കെ ഇനി അപ്കമിങ് വീഡിയോസിലായിട്ട് നമ്മൾ നോക്കും. അപ്പോൾ നിങ്ങൾ ഫുള്ള് കറക്റ്റായിട്ട് എന്ത് ചെയ്യാം അങ്ങനെ കാണുക. ഇപ്പോൾ ഈ ഒരു ചാപ്റ്റർ മുന്നോട്ട് പോകുമ്പോൾ ഒരു 5th വീഡിയോ ഫസ്റ്റ് ടൈം കാണുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് കുറേ കൺഫ്യൂഷൻസ് ഉണ്ടാവും. കാരണം അതിന് മുന്നേ ഒരേ വീഡിയോസ് നമ്മൾ പല പല കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. അതൊന്നും അറിയാതെ അവസാനത്തെ വീഡിയോ വന്ന് കണ്ടു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ നിങ്ങൾ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനലിൽ തന്നെ പല സബ്ജക്റ്റുകളും ഇങ്ങനെ പാരലലി ക്ലാസ്സുകൾ വരുമ്പോൾ അതിൻ്റെ ഓർഡറിൽ എന്ത് ചെയ്യുക? ക്ലാസ്സുകൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുഴുവൻ കോൺസെപ്റ്റ്സും കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ അടുത്തൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്